കുപ്പി ഗ്ലാസ് ആണ്, പൊട്ടിക്കില്ല കേട്ടോ. അമ്മ പിടിച്ചു തരാമേ. പിടിച്ചോട്ടോ. കിട്ടിയാ? നല്ലതാണോ? ആ ഇഷ്ടായ? പിടിച്ച പിടിച്ച. ഇപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തണ്ണിമത്തൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തണ്ണിമത്തൻ, നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ ഇളയ മോളാണെങ്കിൽ ഞാനൊന്ന് മാറി സമയം കൊണ്ട് അവൾ കത്തി കൊണ്ട് പയ്യെ ഇങ്ങനെ ഒന്ന് കുത്തിയതാണ്. അവൾക്ക് തണ്ണിമത്തൻ വലിയ ഇഷ്ടമാണ്, എല്ലാവർക്കും തണ്ണിമത്തൻ ഇഷ്ടം. അപ്പം അതാണ് ഇപ്പോൾ ഷേപ്പ് ഇങ്ങനെയായി പോയിരിക്കുന്നത്. അതെന്തെങ്കിലും ആട്ടെ, നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് കുഞ്ഞു ചെറിയ പീസ് ആയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് മിക്സി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സാധനം കൂടി ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടും, ഒന്ന് ക്രഞ്ച് പോലെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളേ. ഇതിനകത്ത് കുരുക്കളൊക്കെ ഞാൻ മാക്സിമം എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നല്ല മധുരമുള്ളതാണെങ്കിലുള്ള നമുക്ക് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളേ. ഇപ്പം 4-5 ഞാൻ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഐസ് ക്യൂബ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. അറിയാൻ മേലാത്തവർക്ക് കാണാൻ സാധിക്കുമല്ലോ. ഇത് ഒത്തിരി ഒഴിക്കാൻ പാടില്ല കേട്ടോ. 3 ടീസ്പൂണിൽ കൂടുതൽ ഒഴിക്കരുത്. 3 ടീസ്പൂണിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകുവേ. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് പാലാണ്. ഇതിനകത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിൻ്റെ ആവശ്യം അനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പോൾ നമ്മൾ തണ്ണിമത്തൻ സ്പെഷ്യൽ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തണ്ണിമത്തൻ്റെ പീസ് ഞാൻ അകത്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ചിയാ സീഡാണ്. ചിയാ സീഡ് ഞാൻ 1/2 മണിക്കൂർ വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം സീഡ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ സീഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി നമുക്കിത് ടോപ്പപ്പ് ചെയ്യാം. ടോപ്പപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിൽ ഞാൻ കുറച്ചും കൂടെ ചിയാ സീഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിയാ സീഡ് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചിയാ സീഡ് കൂടുതൽ മാക്സിമം ഞാൻ ഉൾപ്പെടുത്തുന്നത്. ചിയാ സീഡിനകത്ത് നല്ല ഒമേഗ 3 ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗുഡ് കൊളസ്ട്രോളിനെ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഹാർട്ട് ഫങ്ഷനൊക്കെ ഒത്തിരി നല്ലതാണ്. കൂടാതെ നമ്മുടെ ഫാറ്റൊക്കെ ബേൺ ചെയ്യാനായിട്ടും ഒത്തിരി സഹായിക്കും കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മേളിലോട്ട് 2 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തണുത്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു സുഖം കിട്ടുക. ഈ ചൂടത്തൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും. അതേപോലെ തണുപ്പ് ഇനി കൂടുതൽ ആവശ്യം, ഇത് ഇട്ടിട്ട് തണുപ്പില്ലാന്നുണ്ടെങ്കിൽ തണുപ്പ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ തണ്ണിമത്തൻ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കളൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്ന് കൊണ്ട് കൊടുക്കാവേ. ഇപ്പോൾ കൊടുത്തിട്ടാവേ. മുറുക്കം പിടിക്കണം കേട്ടോ. ഗ്ലാസ് സൂപ്പറാണോ? താഴെ കളയാണ്ട് വഴി കുടിക്കും.